ആടുജീവിതം കണ്ടു. അങ്ങനെ കുറച്ച് ലേറ്റായി കാണാൻ. പക്ഷേ ലേറ്റായാലും കണ്ടല്ലോ ഉള്ളൊരു തോട്ടാന്ന് മനസ്സിൽ വന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും മാസ്റ്റർ പീസ് ഐറ്റം. സത്യം പറഞ്ഞാൽ മോളിവുഡ് ഡയമണ്ട് വേണമെങ്കിൽ പറയാം ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്. അത്രയും ഗംഭീര പടം. സത്യം പറയാലോ, ഭയങ്കര ഇമോഷണലി ആണെങ്കിലും ആ ഒരു കഥയാണെങ്കിലും എല്ലാം കൊണ്ടും ഈ സിനിമേൻ്റെ ഹോൾ ക്രൂ മെമ്പേഴ്സ് നല്ല ഇങ്ങനെ കഷ്ടപ്പെട്ടായിട്ട് നല്ല ഇങ്ങനെ മനസ്സിലാണ്ട് ആ ഒരു പടം കണ്ടതിനപ്പോൾ. എല്ലാം കൊണ്ടും ആ പടം ഗംഭീരം തന്നെയാണ്. എസ്പെഷ്യലി ഞാൻ നോവൽ വായിച്ചിട്ടില്ല, ആടുജീവിതം എന്ന് പറഞ്ഞാൽ നോവൽ വായിച്ചിട്ടില്ല. അത് ഞാൻ ഈ കഥയിലേക്ക് ഫ്രഷറാണ്. സോ ഇങ്ങനത്തെ ചില ഇവൻറ്റ്സും കാര്യങ്ങളും കുറച്ചെല്ലാം കേട്ട് അറിവെന്നല്ലാണ്ട് ആ ഒരു നോവൽ വായിച്ചിട്ടില്ല. സോ ആ ഒരു ഭാഗത്ത് പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നല്ല ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റി, നല്ല ഇങ്ങനെ മനസ്സിൽ തട്ടി ആ ഒരു സ്റ്റോറി. സത്യം പറഞ്ഞാൽ ഗംഭീരം തന്നെ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ബ്ലെസ്സിൻ്റെ തന്നെയാണ് ആ ഡയറക്ടർ കിടിലാക്കി തന്നെ എല്ലാ ഫ്രെയിംസും മേക്കിംഗ്. വാട്ട് എ മേക്കിംഗ് മാൻ. 16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ചങ്ങായി അതിൻ്റെ പുറകെ പോയിട്ട് അത് മൊത്തം നമുക്ക് ആ സ്ക്രീനിൽ കാണാം. സത്യം നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യും ആ ഒരു പടം മൊത്തം കണ്ടുകഴിഞ്ഞാൽ. മൂപ്പര് ചില സാധനങ്ങളുണ്ട് ബ്ലെസ്സിൻ്റെ. അതായത് ഒരു പടത്തിൽ വെള്ളം ഒഴുകുന്ന സീന് അത് നേരെ ഒരു വലിയൊരു പുഴയിലേക്കാകുന്നത്, ഒരു പെട്ടെന്ന് കൺവേർട്ട് ആകുന്നത്. പിന്നെ ഒരു വെള്ളത്തിൽ പൃഥ്വിരാജ് അമലാപ്പുറം കിടക്കുന്ന സീക്വൻസ് ഉണ്ട്, അതൊരു മണ്ണാകുന്നത്. അങ്ങനത്തെ കുറേ സീക്വൻസ് ഉണ്ട് ഈ പടത്തിൽ. അതൊക്കെ എങ്ങനെ ചെയ്ത് നമ്മൾ ടോട്ടൽ ശരിക്കും മനസ്സിൽ അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നജീബായി മാറി തന്നെയാണ് ശരിക്കും ഈ പടത്തിൽ. കാരണം ഫസ്റ്റൊക്കെ ഓക്കെ പൃഥ്വിരാജാണ് ടോട്ടൽ നമുക്ക് മനസ്സിലായി. പിന്നെ അങ്ങോട്ടേക്ക് പൃഥ്വിരാജിനെ സിനിമയെ കണ്ടിട്ടില്ല. പിന്നെ സിനിമയിൽ പൃഥ്വിരാജ് ഇല്ല, അങ്ങനെയാണ് പറയും. മൂപ്പര് നജീബായിട്ട് ജീവിക്കുക ചെയ്ത് നമുക്ക് ശരിക്കും പറയാൻ മനസ്സ് തട്ടും. ചില സീക്വൻസൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയില്ല, കണ്ണ് പറഞ്ഞ് കരണ്ട് പോയി സീക്വൻസൊക്കെ. സത്യം പറഞ്ഞാൽ അത്രക്കും നല്ല ഇങ്ങനെ ഇമോഷണലി കണക്റ്റ് ആക്കണം. ബ്ലെസ്സിൻ്റെ മുന്നത്തെ പടങ്ങളിൽ നമുക്ക് അറിയുന്നതാണ്. ബട്ട് അതിൻ്റെയൊക്കെ ഒരു ഗോട്ട് ഐറ്റം എന്നാണ് പറയുക ഈ സാധനത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഓസ്കാറിനയക്കുക ഈ പടം അത്രക്കും ഗംഭീരമാണ്. ഓസ്കാറിന് കണ്ണും പൂട്ടി അയക്കാൻ പറ്റിയ പടം തന്നെ. എനിക്ക് പൃഥ്വിരാജ് ഓസ്കാർ അവാർഡ്, നാഷണൽ അവാർഡ് മാത്രമല്ല ഓസ്കാർ അവാർഡും കിട്ടുന്ന ഒരു ആഗ്രഹമുണ്ട്. സോ കിട്ടുമെന്ന് തന്നെ അറിയില്ല. ഇപ്പം തക്കതിലൊക്കെല്ലാണ് നാഷണൽ അവാർഡെല്ലാം പോകുന്നത്. സോ ഓസ്കാറാണ് പ്രതീക്ഷ. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ നല്ല ഇങ്ങനെ പണിയെടുത്ത് നമുക്ക് ഇതിനകത്ത് മനസ്സിലായി സിനിമ ഉണ്ടാകും. ഇത്രയും 31 കിലോ എത്രയോ കുറച്ചൊരു സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ആ ഒരു സീനിൽ ശരിക്കും ഞാൻ വണ്ടടിച്ച് ഒരു ഷർട്ട് അയക്കുന്ന സീനുണ്ട് നജീബ്. അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു അപ്പിയറൻസ് ശരിക്കും ഞാൻ ഞെട്ടിച്ചുപോയി. ശരിക്കും ഞാൻ വായിൽ കൈവച്ചുപോയി. അങ്ങനത്തെ ഒരു സീക്വൻസ്. പിന്നെ വിഷ്വലി സ്റ്റണ്ണിങ് ആണ് പടം, അറിയാം മൊത്തം മരുഭൂമിയും കാര്യങ്ങളെല്ലാം. ബട്ട് അതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. എല്ലാം ആ ഒരു നജീബിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ ഉള്ളോട്ട് പോയത്. ബോറടിക്കൂല മാത്രമല്ല, നമ്മൾ ആ ഒരു കഥയിലേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. അതായത് ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മളെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അറ്റാച്ച് ചെയ്തിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി അറിയാം ഈ അറബി പറയുന്ന കാര്യങ്ങളെല്ലാം സബ് ടൈറ്റിൽസ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നജീബായിട്ട് ഇപ്പോൾ അറബികൾ ഇൻ്റർഫിയർ ചെയ്യുകയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് അവർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സബ് ടൈറ്റിൽസ് ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് നജീബിന് എങ്ങനെയാണോ ഒരു സാധനം ഫീൽ ചെയ്യുന്നത് അതേപോലെ നമുക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അകത്ത് ആഡ് ആക്കിയിട്ട് അത് പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ചില റൂമേഴ്സും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് മാസ്റ്റർ മൈൻഡ് കാര്യങ്ങളിൽ ഇതിൻ്റെ അകത്ത് ബ്ലെസ്സി ആഡ് ആയിട്ടുണ്ട്. അതൊക്കെ നല്ല ഇങ്ങനെ വർക്കൗട്ടും ആയിട്ടുണ്ട്. പിന്നെ ആടിൻ്റെ അപ്പുറമുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഒക്കെ ഉണ്ട് പൃഥ്വിരാജ് ആ ഒരു അഭിനയിച്ചത്. ഇതൊക്കെ ഭയങ്കര ഇമോഷൻ ടച്ചിങ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ചില സമയത്ത് എനിക്ക് ഭയങ്കര അത് സഹിക്കാൻ കഴിയില്ല. ആ സീക്വൻസെല്ലാം നല്ല ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് സിനിമ കണ്ടതിനിപ്പോൾ. ഇപ്പോൾ മനസ്സിൽ ആ ഒരു കഥ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കളിക്കുക. ലിറ്ററലി ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ കഥയും കാര്യങ്ങളും പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കഥയും കാര്യങ്ങളും അറിയുന്നവരെ നയിക്കും. സോ സ്പോയിലറൊന്നല്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ലിറ്ററലി ആ ഒരു ക്യാരക്ടർ അവിടെ പെട്ടു പോകുന്നതും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ സർവൈവലാണ്. സോ സർവൈവ് ത്രില്ലെന്ന് എന്ന് പറയുമ്പോൾ സർവൈവൽ തന്നെ പറയേണ്ട ഒരു. സെക്കൻഡ് ഹാഫിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ് നല്ല ഈക്കന്നെ അത് അക്കോംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒക്കെ പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല, അങ്ങനെ ഇരിക്കാൻ പൃഥ്വിരാജ് അത് അത്ര ഗഡിലായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് അപ്പുറം ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഹക്കീം എന്നൊരു ചങ്ങായി, ഒരു പയ്യൻ ഉണ്ടായി. ആ പയ്യൻ അടിപൊളി തന്നെയായിരുന്നു, എല്ലാ ആൾക്കാരും അടിപൊളിയായിരുന്നു. പക്ഷെ ആ പയ്യൻ ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെ മുകളിൽ പോകുന്നൊരു അഭിനയമുണ്ട്. അതൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്, അത് ശരിക്കും എനിക്ക് പറയേണ്ടതാണ്. ഒരു ആൾ നമ്മളെ മുമ്പ് നിന്ന് മരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സീക്വൻസ് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ ഒരു സീക്വൻസ് കണ്ടപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പോയ സീക്വൻസ് ആ ഒരു ചങ്ങായി ചെയ്ത് വെച്ച ആ ഒരു സീക്വൻസ്. അതൊക്കെ എങ്ങനെയെന്നുള്ള രീതിയിലായിപ്പോൾ ഒരു അപ്പിയറൻസ്, ആ ഒരു അഭിനയം കാര്യങ്ങളല്ലോ. പിന്നെ ഒരു ആഫ്രിക്കക്കാരനുണ്ട്, ഒരു ഗോഡായിട്ട് അഭിനയിച്ച ചങ്ങായി അടിപൊളിയാണ്. എല്ലാവരും ഇതിൻ്റെ അകത്ത് അഭിനയിച്ച എല്ലാവരും അടിപൊളി തന്നെയാണ്. പിന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് 16 വർഷം ഇതിനെ കഷ്ടപ്പെട്ട ആ ടീമിൻ്റെ അടുത്ത് ഹാറ്റ്സ് ഓഫ് എന്നേ പറയാനുള്ളൂ. സത്യം അത്ര കഷ്ടപ്പാട് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് നല്ല ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇനി ഇങ്ങനത്തെ പടം ഇനി വരുമോ എന്ന് തന്നെ അറിയില്ല ഇപ്പോൾ അടുത്ത കാലത്ത്. അങ്ങനത്തെ രീതിക്കുള്ള ഇത് ആയിപ്പോയി. ആ 16 വർഷത്തെ കഷ്ടപ്പാട് മൊത്തം നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു പടത്തിൽ. ആ കോവിഡ് കാലത്ത് ഇവരെത്ര അവിടെ കുടുങ്ങിപ്പോയതും എല്ലാം ആ കഥകളെ നമ്മൾ കേട്ടിട്ട് ആ ഒരു പടത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ
ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും അവരെങ്ങനെയാണെന്നത് എടുത്തായിരുന്നു. ചില സീക്വൻസൊക്കെ പിന്നെ വൾച്ചേഴ്സിൻ്റെ സീക്വൻസൊക്കെ ഉണ്ട് ഈ ഒരു പടത്തിൽ. ചില അതിനകത്തുള്ള CG ഒക്കെ ഗംഭീരമായിട്ടും ചെയ്യുന്നുണ്ട്. നല്ല എനിക്കന്നെ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ആ വൾച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലിക്കനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എടുത്ത് പറയണമെന്നുണ്ട്. ഇത് പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും. തിയേറ്റർ തന്നെ മസ്റ്റ് വാച്ചിനെ പറയാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് അത്രക്കും പ്രാധാന്യമാണ് പടത്തിൽ. ചില സീക്വൻസ് ഒക്കെ ഉണ്ട്, ഒരു സ്റ്റോമൊക്കെ വരുന്നത് ഡെസേർട്ടിലെ, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട. പറഞ്ഞാൽ ഒരു മണ്ണ് പാർന്ന സൗണ്ടും എല്ലാം ഗംഭീരമാണ്. പിന്നെ AR റഹ്മാൻ്റെ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞേ പറ്റൂ. ചില സമയത്ത് AR റഹ്മാൻ്റെ മ്യൂസിക് ഒരു ക്ലാസ് ഫീൽ നൽകുന്ന മ്യൂസിക് ആണെങ്കിൽ കുറേ അറിയാം, ക്ലാസിക്കൽ ലെജൻഡാണ്. സോ ആ ഒരു മ്യൂസിക് ചില സീക്വൻസൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എസ്പെഷ്യലി ഒരു ആഫ്രിക്കക്കാരൻ്റെ ഒരു ചില സീക്വൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഒരു ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ ഇങ്ങനെ AR റഹ്മാൻ എഴുതിയ സാധനങ്ങളുണ്ട്. അതെല്ലാം നല്ല ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു സീൻസിനൊക്കെ. ചില സീക്വൻസൊക്കെ ഭയങ്കര ഇമോഷണൽ ടച്ച് ആക്കുന്നുണ്ട് ആ ഒരു മൂപ്പര മ്യൂസിക് കൊണ്ട്. അങ്ങനെ AR റഹ്മാൻ്റെ ഒരു വണ്ടർഫുൾ സാധനമാണെന്ന് തോന്നുന്നു. എനിക്ക് AR റഹ്മാൻ്റെ ഏറ്റവും കാലത്ത് ഇഷ്ടപ്പെട്ട സാധനം ഇതന്നെയായിരിക്കും. എസ്പെഷ്യലി പെരിയോണിയെല്ലാം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹൃദയം തട്ടും. ലാസ്റ്റാണ് ആ ഒരു പാട്ടെല്ലാം വെച്ചേക്കുന്ന പേര്. അതെല്ലാം നല്ലിക്ക് നമുക്ക് ഹാർട്ട് ടച്ചിങ് ആണ് സാധനമല്ലോ. ബിരിയാണി എന്ന് പറഞ്ഞ പാട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മൈന്യൂട്ടായിട്ടെല്ലാം സിനിമ പോകുന്നതിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അതിൻ്റെ ഓരോ പ്രത്യേക വേർഷൻസ്, ഫ്ലൂട്ടിൻ്റെ വേർഷൻസും പിയാനോൻ്റെ എല്ലാം ആയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ പടത്തിനെ പറ്റി കുറേ പറയാനുണ്ട്, പക്ഷേ ഇങ്ങനെ എവിടെ നിന്നെല്ലാം എടുക്കണമെന്ന് അറിയുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും കുറേ കാര്യങ്ങൾ. ഇവരെ ആ ഹോൾ ടീം ഉണ്ടല്ലോ, ഈ ക്രൂ മെമ്പർ, അവർ കഷ്ടപ്പെട്ട സാധനങ്ങൾ ശരിക്കും ഇതിൻ്റെ അകത്ത് വലിച്ചിട്ടുണ്ട്. ആ ഒരു എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കാണാം. ആ പൃഥ്വിരാജിൻ്റെ ആക്ടിങ് വൈസ് ഒന്നും പറയാനില്ല. മൂപ്പരെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഇതായിരിക്കും. മൂപ്പര് ആ ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ട് അവർ അത്രക്കും ഡെഡിക്കേറ്റ് ആയിട്ട് അവരൊക്കെ സാധനം ചെയ്തിട്ട് ആ ഒരു ബോഡി വെയിറ്റും കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ട് നല്ല ഇരിക്കാൻ ചെയ്തിട്ടുണ്ട്, അത്രേ പറയുള്ളൂ. സോ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പടം എടുത്ത് വെക്കുന്ന ചിന്ത മനസ്സിലാവുന്നത്. പിന്നെ വിഷ്വലി സ്റ്റണ്ടിങ് ആണ് പടം. ബട്ട് വിഷ്വൽസേക്ക് ഞാൻ പോയില്ല പടത്തിൻ്റെ വിഷ്വൽസ് ഞാൻ അങ്ങനെ നോക്കിയില്ല. എല്ലാം ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകാമെന്ന് ചെയ്യുന്നത്. സോ പടം കാണത്തില്ല, എന്തായാലും തിയേറ്ററിനെ മസ്റ്റ് വാച്ച് ചെയ്യാനാണ് പറയാനുള്ളത്. സോ പടം ഫുള്ളി ഒരു ഗംഭീരമാണ്. ഇപ്പം ബോളിവുഡിൻ്റെ ഒരു ഗ്രേറ്റ് ഇറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റ്ലി ഇറങ്ങിയ മൂവീസിൽ എനിക്ക് ഓൾറെഡി അറിയാം ഗ്രേറ്റ് ഹിറ്റാണ്. സോ ഇതിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ഇപ്പം തന്നെ 50 crore അടിച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും ഗോട്ട് ലൈഫ് ഈസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ബെസ്റ്റ് ഫിലിം എവർ പ്രൊഡ്യൂസ് ഇൻ മോളിവുഡ്. കണ്ടുമുട്ടി പറയാം സത്യം, ദ ബെസ്റ്റ് ഫിലിം എവർ പ്രൊഡ്യൂസ് ഇൻ മോളിവുഡ്. ഹാറ്റ്സ് ഓഫ് ടു എൻറ്റയർ ടീം ആൻഡ് ക്രൂ ഫോർ ദിസ് വണ്ടർഫുൾ മൂവി ആൻഡ് താങ്ക് യു ബ്ലസ്സി ഫോർ ദിസ് വണ്ടർഫുൾ മൂവി എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ കണ്ടിട്ടില്ലാത്ത എന്താ തിയേറ്ററിനെ മസ്റ്റ് വാച്ച് ചെയ്യുക, ഗംഭീര പടമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.